Hello everyone, welcome to GE1 class. ഷെഡ്യൂൾ 5 നമ്മൾ രണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതായത് സെക്കൻഡ് സെക്ഷനായിട്ടുള്ള സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് ജസ്റ്റ് ഒരു 3 വീഡിയോയിൽ നമുക്കിത് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. സോ സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ടോപ്പ് ഫെയിലിയർ, ബേസ് ഫെയിലിയർ ആൻഡ് സ്ലിപ്പ് ഫെയിലിയർ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ 5.4 സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സിൽ ടോപ്പ് ഫെയിലിയർ, ബേസ് ഫെയിലിയർ, സ്ലിപ്പ് ഫെയിലിയർ. ഓക്കെ, ഇപ്പോൾ സോർട്ട് ഓഫ് സ്ലോപ്പ് ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൈറ്റ് സ്ലോപ്പും സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ജനറൽ ഔട്ട്ലൈനും കൂടെ തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ്ലി നമുക്കറിയാം ദ ടേം സ്ലോപ്പ്. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊക്കെ നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ. സോ എന്താണ് ഈ സ്ലോപ്പ്? എനി ഇൻക്ലൈൻഡ് സോയിൽ മാസ് ഈസ് കോൾഡ് ദ സോയിൽ സ്ലോപ്പ് അല്ലേ. അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന സോയിൽ മാസിനെ നമുക്ക് എന്ത് പറയാം, സ്ലോപ്പ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അത് മാൻമെയ്ഡ് ആയിട്ട് വരുന്നതുണ്ട്, ആർട്ടിഫിഷ്യൽ നാച്ചുറലി സ്ലോപ്പിംഗ് ആയി നിൽക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ റെയിൽവേ ഫോർമേഷൻസിന്, ഹൈവേ എംബാങ്ക്മെൻറ്റ്സിന്, ഡാംസ്, കനാൽ ബാങ്ക്സ്, അങ്ങനെ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യലി മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, സ്ലോപ്പ് ഉണ്ടാക്കും. കാരണം നമുക്കറിയാം, അപ്പം കുറച്ചൊരു ഹൈറ്റിൽ റോഡ് ഹൈവേ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹൈവേൻ്റെ 2 സൈഡിലും സ്ലോപ്പിംഗ് ആയിരിക്കും അല്ലേ. സോ അവിടെയൊക്കെ നമ്മൾ സ്ലോപ്സ് കാണാറുണ്ട്. The stability of soil slope depends on the strength of the soil slope അല്ലേ. അപ്പം ഇതിലുള്ള ജിയോടെക്നിക്കലി സ്ലോപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നോക്കൂ, സോയിലാണ്. സോയിൽ ആസ് സച്ച് സ്ലോപ്പിംഗ് ആയി നിൽക്കുകയാണ് അല്ലേ. എന്നിട്ട് അതിൻ്റെ മേൽ ലോഡ്സ് വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് ആർ കമ്മിങ് ഓൺ ഇറ്റ് അല്ലേ. അപ്പോൾ അത് നോർമലി താഴെ നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് ലെവലിനേക്കാളും സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുമ്പോൾ മേ ബി അത് വളരെ റിസ്ക്കിയാണ്. സോ അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് ജിയോടെക്നിക്കലി വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് റിസർച്ചസും കാര്യങ്ങളും നടക്കുന്ന ഒരു ഫീൽഡാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, റീസെൻ്റ്ലി ഒരുപാട് കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് ലാൻഡ് സ്ലൈഡ്സും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നാച്ചുറൽ കലാമിറ്റീസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു എല്ലായിടത്തും സമയത്ത് ഈ സ്ലോപ്പുകളൊക്കെയാണ് ഇൻസ്റ്റേബിളായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, കൊളാപ്സ് ചെയ്തിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി അതില്ലെങ്കിൽ അതിന് വീണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ജിയോടെക്നിക്കലി ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഫീൽഡാണ്. If the stress developed in the soil slope is more than the strength of the soil slope, then it will fail. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഒരു സ്ലോപ്പ് ഫെയിൽ ആവുന്നത്? അതായത് നമുക്കറിയാം, ഇതിൽ ലോഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ലോഡ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പം അതിന് റിസൾട്ടായിട്ട് ഇതിൻ്റെ സോയിലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ സോയിൽ സ്ലോപ്പിന് അതിൻ്റെ നാച്ചുറൽ സ്ട്രെങ്ത്തും ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു സോയിൽ സ്ലോപ്പിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ ഈ സ്ട്രെസ്സ് കൂടുതലായിട്ട് വരും. അതായത് സോയിലിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് എങ്കിലാണ് നമ്മളുടെ സോയിൽ സ്ലോപ്പ് ഫെയിൽ ആവുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു എംബാങ്ക്മെൻറ്റ് ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഹൈവേ 2 ലെവലിലൊക്കെ ഉള്ള ഹൈവേ റോഡ്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അല്ലെങ്കിൽ മേ ബി ഹൈവേനെ കുറച്ച് താഴ്ന്നിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഏരിയനെ ജസ്റ്റ് നമ്മളിങ്ങനെ സ്ലോപ്പിംഗ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഓരോ ഏരിയാസാണ് സ്ലോപ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി സ്ലോപ്പ് 2 ടൈപ്സ് ആണുള്ളത്. ഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ് ബൗണ്ടഡ് ബൈ എ ടോപ്പ് സർഫസ്. അതായത് ഒരു ടോപ്പ് സർഫസ് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ് വരെ ഉണ്ടാവുന്നതാണ് ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഫിനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് സർഫസ് ഓഫ് എ സെമി ഇൻഫിനൈറ്റ് ഇൻക്ലൈൻ സോയിൽ മാസ്. ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ ഇൻ നാച്ചർ. ഇൻഫിനൈറ്റ് ആണ് ഇൻഫിനൈറ്റ് സ്ലോപ്പിൽ വരുന്നത്, സെമി ഇൻഫിനൈറ്റ് ഇൻക്ലൈൻ സോയിൽ മാസ് ആണ്. അതിന് ഹൈപ്പോത്തറ്റിക്കൽ ഇൻ നാച്ചർ. നാച്ചുറലി ഇൻഫിനൈറ്റ് സ്ലോപ്പ് ഇല്ല. നാച്ചുറലി ഉള്ള എല്ലാ സ്ലോപ്സും എന്തായിരിക്കും, ഫൈനൈറ്റ് സ്ലോപ്സ് ആയിരിക്കും കേട്ടോ. സോ നമ്മൾ സാധാരണ സ്ലോപ്പിന് ഈ രീതിയിലാണ് നമ്മൾ ഫിഗറിൽ കാണിക്കാറുള്ളത്. ഓക്കെ, ഇതിൽ ടോപ്പ് പോർഷൻ വന്നിട്ട് ജസ്റ്റ് ഒരു ഇൻക്ലൈനേഷൻ, ദെൻ ഒരു ലെവൽ അല്ലെ ഗ്രൗണ്ട് ലെവൽ താഴെയുള്ളൊരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. അതിൽ താഴെ വരുന്ന ഭാഗത്തെയാണ് ടോ എന്ന് പറയുന്നത് കേട്ടോ. TOE എന്ന് കാണിച്ചിട്ടുള്ള ടോ എന്ന് പറയുന്നത് ഈ ഒരു സ്ലോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗമുള്ള ആ ഒരു ലെവൽ സർഫസിനെയാണ് ടോ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് കോസിങ് സ്ലോപ്പ് ഫെയിലിയേഴ്സ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സ്ലോപ്പ് ഫെയിലിയർ ഉണ്ടാവും നോക്കൂ. ഡ്യൂ ടു സർചാർജ് ലോഡ്. സർചാർജ് ലോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ മേലെ വരുന്ന
സം ലോഡ്സ്, അതിനെ സർചാർജ് ലോഡ്സ് എന്ന് പറയും. അപ്പം മോർ ലോഡ്സ് വരുന്ന സമയത്ത് സ്ലോപ്പ് ഫെയിലിയർ ഉണ്ടാവാം. പോർ വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫെയിലിയർ സംഭവിക്കുന്നു. സീപ്പേജ് പ്രഷർ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന് സ്ലോപ്പിന് ഒരുപാട് അധികം സ്റ്റീപ്പനിങ്, ഓക്കെ, അൺസയൻറ്റിഫിക്കലി ആയിട്ടുള്ള രീതിയിൽ വളരെ അധികം സ്റ്റീപ്പനിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവും. ദെൻ അതിന് തൊട്ടടുത്തൊക്കെ എക്സ്കവേഷനോ ഇറോഷനോ കാര്യങ്ങളോ ഉണ്ടായാൽ, അപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നുണ്ട്. വാട്ടർ കണ്ടൻറ്റിൽ ഇൻക്രീസ്, അപ്പം ഹെവി റെയിൻഫോളും കാര്യങ്ങളും വരുമ്പോൾ സ്ലോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ടെന്ന് പറയാൻ കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. ദെൻ സൈക്ലിക് ലോഡ്സ് ലൈക്ക് എർത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പറയണ്ട, മിക്കവാറും സ്ലോപ്സുകളാണ് പെട്ടെന്ന് ഫെയിൽ ആവുന്നത് അല്ലേ. സോ ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് സ്ലോപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പം ഇതൊരു ഫിഗറാണ്, ഒരു സ്ലോപ്പ് ഫെയിലിയറിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ഹൈവേ എംബാങ്ക്മെൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഫെയിലിയർ ആയിട്ടുള്ളതാണ്. അപ്പം ഇതിലേതെങ്കിലും ഓരോ കാരണങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി ഇതെല്ലാം ഫെയിൽ ആയിട്ടുണ്ടായിരിക്കാം. ഇനി ടൈപ്സ് ഓഫ് സ്ലോപ്പ് ഫെയിലിയർ. പിന്നെ ഈ സ്ലോപ്പ് ഫെയിലിയേഴ്സിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൊട്ടേഷണൽ ഫെയിലിയർ ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഫെയിലിയർ, കോമ്പൗണ്ട് ഫെയിലിയർ ആൻഡ് വെഡ്ജ് ഫെയിലിയർ. ഓക്കെ, അപ്പം ഓരോന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി ഒരു സ്ലോപ്പിൻ്റെ ഇത് കാണിക്കുന്നത്. സോ ആ ഡോട്ടഡ് ലൈനിൽ നോക്കുക, ടോ എന്നുള്ള പാർട്ടിൽ നോക്കൂ, ഹീവ് ഓഫ് മെറ്റീരിയൽ അറ്റ് ടോ. ദെൻ അതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു സ്ലിപ്പ് സർഫസ്. ഓക്കെ, അപ്പം അതായത് സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത് ഏതൊരു പ്ലെയിനിലൂടെയാണോ ഇത് ഫെയിൽ ആവുന്നത്, ആ ഒരു ഫെയിലർ സർഫസിനെ നമ്മൾ സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത്. ആ ഒരു സർഫസിലൂടെ സ്ലിപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അതിന് നമ്മൾ സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് നോക്കൂ, റൊട്ടേഷണൽ ഫെയിലിയർ. റൊട്ടേഷണൽ ഫെയിലിയർ ഒക്കേഴ്സ് എങ്ങനെയാണ് നോക്കൂ, ബൈ ദ റൊട്ടേഷൻ എലോങ് എ സ്ലിപ്പ് സർഫസ് ബൈ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് സോയിൽ മാസ്. സോയിൽ മാസ് എന്ത് ചെയ്യുന്നു, ഡൗൺവേർഡ് ആയിട്ട് ദെൻ ഔട്ട്വേർഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് അറ്റ് ഈസ് എ സ്ലിപ്പ് സർഫസിൻ്റെ എലോങ് ആയിട്ടുള്ള റൊട്ടേഷൻ വഴിയാണ് റൊട്ടേഷണൽ ഫെയിലിയർ സംഭവിക്കുക. ഓക്കെ, ഇതിൻ്റെ സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത് ജനറലി സർക്കുലർ ആയിരിക്കും. ഇത് റൊട്ടേഷണൽ ഫെയിലിയറിനെ നമ്മൾ ടോ ഫെയിലിയർ, സ്ലോപ്പ് ഫെയിലിയർ, ബേസ് ഫെയിലിയർ ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണ് ടോ ഫെയിലിയർ എന്ന് പറയുന്നത്, നമ്മുടെ ടോനെ പാസ് ചെയ്യുന്ന സ്ലിപ്പ് സർഫസ് വിൽ പാസ് ത്രൂ ദ ടോ. അപ്പോൾ നമ്മൾ ടോ എന്നുള്ള പാർട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ടോയിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് സ്ലിപ്പ് സർഫസ് വരുന്നത് എങ്കിൽ, സ്ലിപ്പ് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഫെയിലിയർ പ്ലെയിനാണ്, അങ്ങനെയാണെങ്കിൽ അത് ടോ ഫെയിലിയർ എന്ന് പറയുന്നു. Then after that slope failure ഉണ്ട്. The failure occurs along the surface that intersect the slope above the toe. ടോൻ്റെ മേലെ ആയിരിക്കും ഈ സ്ലിപ്പ് സർഫസ് വരുന്നത് എങ്കിൽ സ്ലോപ്പ് ഫെയിലിയർ എന്ന് പറയുന്നു. ബേസ് ഫെയിലിയർ എന്ന് പറഞ്ഞത് ടോയിനേക്കാളും താഴ്ഭാഗത്തായിരിക്കും ഇതിൻ്റെ സ്ലിപ്പ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോപ്പ് ഫെയിലിയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിൽ മിഡിൽ ലൈൻ കണ്ടിട്ടുണ്ടല്ലോ, മിഡിൽ ലൈനാണ് ടോ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ടോനെ ടച്ച് ചെയ്തിട്ടുള്ള രീതിയിൽ സ്ലിപ്പ് സർഫസ് വരുമ്പോൾ ടോ ഫെയിലിയർ ഉണ്ടായിരിക്കും. ടോ ഫെയിലിയറിൻ്റെ മേൽഭാഗത്താണ് ഇതിൻ്റെ ഒരു സ്ലിപ്പ് സർഫസ് വരുന്നത് എങ്കിൽ അത് സ്ലോപ്പ് ഫെയിലിയർ ആണ്. ടോയും കഴിഞ്ഞ് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ അതിനെ ബേസ് ഫെയിലിയർ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ ആണ്. ഇനി ഉള്ള ഫെയിലിയേഴ്സൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൊട്ടേഷണൽ ഫെയിലിയർ ആയിരുന്നു. ട്രാൻസ്ലേഷണൽ ഫെയിലിയർ വരുന്നത് ഇൻഫിനിറ്റ് സ്ലോപ്പിൽ വരുന്ന ഒരു ഫെയിലിയർ ആണ്. അതുപോലെ തന്നെ സ്ലോപ്പിന് പാരലായിട്ടായിരിക്കും അതിൻ്റെ സർഫസ് വരുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിലാണ് കണ്ടോ, സ്ലോപ്പിൻ്റെ സെയിം ഇതിന് പാരലായിട്ടാണ് അതിൻ്റെ സ്ലിപ്പ് സർഫസ് വരുന്നത്. അതാണ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫിഗർ വെച്ചാൽ മാത്രം മതി. Then after that compound failure ഉണ്ട്. അതായത് കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ഫെയിലിയർ ആൻഡ് ട്രാൻസ്ലേഷണൽ ഫെയിലിയർ. രണ്ട് ഫെയിലിയറിൻ്റെയും കൂടെ നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് ഫെയിലിയേഴ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്ന ഫിഗർ കണ്ടാൽ മനസ്സിലാവും. നോക്കൂ, ഇറ്റ് ഈസ് കർവ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആൻഡ് പ്ലെയിൻ ഇൻ ദ മിഡിൽ. ഓക്കെ, കർവ്ഡ് ആയിട്ട് വരുന്നത് റൊട്ടേഷണൽ ഫെയിലിയറിലായിരുന്നു, അത് കംപ്ലീറ്റ്ലി റൊട്ടേഷനിലാവും. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി സ്ലോപ്പിൻ്റെ പാരലൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. സോ അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് രണ്ട് എൻഡിലും കർവ്ഡ് ആയിട്ട് മിഡിൽ പാർട്ടിൽ പ്ലെയിൻ ആയിട്ട് വരുന്ന സർഫസ് വരും. അങ്ങനത്തെ ഒരു ഫെയിലിയറാണ് കോമ്പൗണ്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് വെഡ്ജ് ഫെയിലിയർ ആണ്. വെഡ്ജ് ഫെയിലിയർ എന്ന് പറഞ്ഞ ഫിഗർ കണ്ടാൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഈ ഒരു വെഡ്ജ് ഷേപ്പിൽ നമ്മുടെ സോയിൽ ഫെയിൽ ആവുന്നതിനെയാണ് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫെയിലിയർ എലോങ് ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, അതായത് സർക്കുലറോ ഒന്നുമല്ല, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്, പാരലൽ ടു സ്ലോപ്പോ അല്ല, അതിൻ്റെ സർഫസിന് പാരലലും അല്ല, ഇൻക്ലൈൻ ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ നമ്മൾ സോയിലിന് ഒരു വെഡ്ജ് ഷേപ്പിൽ നമ്മളുടെ സോയിൽ ഫെയിൽ ആവുന്നതാണെങ്കിൽ അതിന് വെഡ്ജ് ഫെയിലിയർ എന്ന് പറയുന്നു. ഇറ്റ് ഒക്കേഴ്സ് വെൻ ഡിസ്റ്റിങ്ക്റ്റ് ബ്ലോക്സ് ഓഫ് സോയിൽ ആർ ഗെറ്റ് സെപ്പറേറ്റഡ്. അപ്പം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ടൈപ്പ് ഓഫ് ബ്ലോക്സ് ഓഫ് സോയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതുണ്ടായിരിക്കുക. ഓക്കെ, ഇനി സ്ലോപ്പ് രണ്ട് ടൈപ്സ് ആണുള്ളത്. ഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട്, ഇൻഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട് കേട്ടോ.
അതിൽ ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ് ബൗണ്ടഡ് ബൈ എ ടോപ്പ് സർഫസ്, അതായത് ഒരു ടോപ്പ് സർഫസ് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ് വരെ ഉണ്ടാവുന്നതാണ് ഫൈനൈറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഫിനിറ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് സർഫസ് ഓഫ് എ സെമി ഇൻഫിനിറ്റ് ഇൻക്ലൈൻ സോയിൽ മാസ്, ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ ഇൻ നാച്ചർ. ഇൻഫിനൈറ്റ് ആണ് ഇൻഫിനിറ്റ് സ്ലോപ്പിൽ വരുന്നത്, സെമി ഇൻഫിനൈറ്റ് ഇൻക്ലൈൻ സോയിൽ മാസ് ആണ്. അതിന് ഹൈപ്പോത്തറ്റിക്കൽ ഇൻ നാച്ചർ. നാച്ചുറലി ഇൻഫിനിറ്റ് സ്ലോപ്പ് ഇല്ല, നാച്ചുറലി ഉള്ള